നമസ്കാരം. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ചെറുപ്പകാലത്ത് എപ്പോഴും കാണുന്നത് നാവൂറ് പാടുക. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഇപ്പം എൻ്റെ മകനുണ്ട്, നാവൂറ് പാടിപ്പിച്ചു. നമുക്ക് ചോദിക്കുക അമ്മയോട് എങ്ങനെയാണ് നാവൂരിൻ്റെ ഈ സംഭവങ്ങൾ ഡീറ്റെയിൽസ്, അതായത് ഇതിൻ്റെ ഐതിഹ്യങ്ങളും ഇതിനെ കുറിച്ചിട്ട്. അമ്മയുടെ പേര്? സ്ഥലം മേളത്തൂരാണോ? മേളത്തൂര്. അമ്മ ഇത് നാവൂറിൻ്റെ എങ്ങനെയാണ് പാടിക്കഴിഞ്ഞാൽ ദോഷം? പാടുകയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായത്തിലെ ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ പ്രത്യേകത. അത് കുട്ടികൾക്ക് 96 മഹാവ്യാധികളുണ്ട്. സർപ്പങ്ങളായിട്ട് പല വീടുകളിലും ഇങ്ങനെ എത്തുവരും. അപ്പോൾ ഞങ്ങൾ വന്ന് കുട്ടികളെ നാളും പേരും പാടിയാല് ഈ അപസ്മാരം, ഞെട്ടിപ്പനി, സർവ സർപ്പദോഷങ്ങൾക്കും ബലം കിട്ടും. പിന്നെ എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും സന്തതികളും എല്ലാം ഉണ്ടാവും, വർദ്ധിക്കും. അതൊക്കെ പാട്ടിലുണ്ട്, പക്ഷെ ഞാൻ പാടിയിട്ടില്ല. നേരം പോകല്ലേ, നമുക്ക് അതിൻ്റെതായ ഒരാൾക്കാരുണ്ട്, അവിടെയൊക്കെ ഞങ്ങളെല്ലാം പാടും. അപ്പോൾ നമ്മുടെ ജോലി തടസ്സങ്ങളും ഇങ്ങനെ കുറെ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യങ്ങളും അതാണ്. സമ്പത്തും സന്തതികളും പിന്നെ അസുഖങ്ങളൊക്കെ മാറ്റി തരാ, ശമനം കിട്ടുകൊണ്ടാണ്. പിന്നെ മരുന്നും മന്ത്രമൊക്കെ അല്ലേ പറയുക, പരി മരുന്നും വൈദ്യ മന്ത്രമല്ല, ഒരു ദൈവ നല്ലൊരു കടാക്ഷം പ്രത്യേകിച്ചുണ്ട്. അപ്പം എന്താ പറയുക, ചെറുപ്പകാലത്തൊക്കെ ഇവിടെ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്, പക്ഷെ എനിക്കൊന്നും അറിയില്ല എന്നെ കുറിച്ചിട്ട്.
ഒരു മകൻ ഉണ്ട്. അതെ, ജോർജുള്ളപ്പോ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞത്. അത്ര താല്പര്യമുണ്ട്. എന്തായാലും താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.